ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നെടുമ്പാശ്ശേരിയുള്ള വീട് കാണിച്ചു തരാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇവിടുന്ന് ഇവിടുത്തെ ഒരു ഏരിയയിലായിട്ട് നമ്മൾ താഴത്തെ ഭാഗത്ത് പിന്നെ ഓണർമാരാണ് നിൽക്കുന്നത്. നമ്മൾ ഇവിടുന്ന് നമ്മളിങ്ങനെ കയറിയിട്ടാണ് ഇങ്ങോട്ട് വരിക. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇവിടെയാണ്. ഇവിടുന്ന് നമ്മളിങ്ങനെ പോയാൽ നമുക്കിവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യാം. ഫ്രണ്ടൊക്കെ ഇങ്ങനെ തുറന്നാൽ ഇതുപോലത്തെ ഒരു ഭാഗം കേട്ടോ. ഇത് നമ്മുടെ ഡൈനിങ് ഹാളാണ്. ഇവിടെ ഒരു ഒരു മേശയും അതുപോലെ ഇങ്ങനെ ഒരു കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാഷ് ബേസ് ഉണ്ട്. ഇതാണ് വാഷ് ബേസ് ആണ്. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു കർട്ടൻ ഇല്ല. അപ്പൊ ഉമ്മാക്ക് ഭയങ്കര പേടിട്ടോ. ഇത് ഇങ്ങനെ ആവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പുറത്തുനിന്ന് ആള് കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ രാവിലെ 3 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. ഉമ്മാക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഇവിടെ നിസ്കരിക്കാനൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പൊ ഞാന് ഇങ്ങനെ ഒരു പുതപ്പെടുത്തിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കാൻ കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം ഉണ്ട്. ഇവിടെ ഒരു റൂം ഉണ്ട് കേട്ടോ. ഈ റൂമിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ആദ്യം താമസിച്ചിരുന്ന ആൾക്കാരതാ തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു ബോക്സും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയുണ്ട്. പക്ഷെ ഇവിടെ ഞങ്ങൾ ആരും കിടക്കാറില്ല. ഇവിടെ ഉണ്ടിട്ട് ഇങ്ങനെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ള ഒരു റൂമാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ കിടക്കാറൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ സാധനങ്ങളാണ്. ഈ റൂമിൽ നമ്മളിങ്ങനെ പോയാൽ അടുത്ത റൂമാണ് കേട്ടോ. ഇവിടെ ഒന്നും ബാത്റൂം ഒന്നും ഇല്ല. ഈ റൂമില് അധികം ഡ്രസ്സ് ഒക്കെ ഉണക്കുക അങ്ങനത്തെ പരിപാടിയാണ്. ഞങ്ങൾ വന്നപ്പോഴേ ഇവിടെ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇവിടെ നമ്മൾ ആരും കെടുക്കാറൊന്നുമില്ല കേട്ടോ. ഇവിടെ അങ്ങനെ കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സെറ്റപ്പാട്ടോ. എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നണു ഇവിടെ ആദ്യം താമസിച്ച ആൾക്കാരുടെതാണെന്നാണ് എനിക്ക് തോന്നണത്. ഇവിടെ അങ്ങനെ ഒരു ഫാൻ ഉണ്ട്. ഈ ഫാൻ ഞങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ അവിടെ കൊണ്ടുപോയിക്കും. നമ്മൾ ഇവാൻകുട്ടിന് ഭയങ്കര ചൂടാണ്ടാവും. എനിക്ക് നമ്മൾ AC ഇങ്ങനെ കിടന്നിട്ടേ എത്ര കാറ്റുണ്ടായാലും അവർക്ക് മതിയാവില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, ഈ ഫാൻ എടുത്തിട്ട് അവിടെ കൊണ്ടുപോകും. ഇവിടെയാണ് നമ്മൾ കിടക്കുന്നത്. നമ്മൾ ഇവാൻകുട്ടൻ ഇവിടെ തൊട്ടിയിൽ ഉറങ്ങണുണ്ട്. ആള് നല്ല ഉറക്കത്തിലാണ്. ദിയമോൾ ഇവിടെ ഫോണുമേ കളിച്ച് കണ്ടിരിക്കണം കേട്ടോ. ദിയമോൾ ഹായ് പറയൂ. ഇതാണ് നമ്മൾ കിടക്കുന്നത്. ഇവിടെ ഇതേമാതിരി ഒരു പുതപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് ആൾക്കാർ കാണുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിയത്. ഇവിടെ ഒന്നും കർട്ടൺ ഇല്ല കേട്ടോ. ആ വക പരിപാടികളൊന്നും ഇവിടെ കാണാനില്ല. നമ്മളിങ്ങനെ ചെയ്തതാണ്. ഈ ഒരു ബെഡ് ഇവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. നമ്മള് കട്ടില് ഒന്നുള്ളൂ, ബെഡ് 2 ഉണ്ട്. ഞങ്ങൾ ഈ ബെഡ് ഇവിടെ താഴെ വിരിച്ചിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഞാനും ദിയമോളും ഇവിടെ കിടക്കും. ഇവാങ്ങോട്ടെ ഇവിടെ തൊട്ടിലായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോകുന്ന പിന്നെ ഇത് നമ്മുടെ കിച്ചൺ ആണ് കേട്ടോ. കിച്ചണിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കിച്ചണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സൗകര്യമുള്ള ഒരു കിച്ചണാണ്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചത് പിന്നെ നമ്മൾ കുക്ക് ചെയ്ത ഫുഡും ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. ഇതിന് അടിയിൽ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളതല്ല. ഇവിടെ താമസിക്കുന്ന ആൾക്കാരെ നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. പിന്നെ വെള്ളം നമ്മളിവിടെ ഇങ്ങനെ എന്താ പറയാ, പൈപ്പിൽ നിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ വെക്കാറുണ്ട് കുടിക്കാനുള്ള വെള്ളം. പിന്നെ ഇവിടെ ഗ്യാസും പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഈസി കുക്കാണ്. ഗ്യാസ് ഇല്ല, അടുപ്പ് അങ്ങനത്തെ പരിപാടികളേ ഇല്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ ഇത് നമ്മുടെ പുറത്തേക്കുള്ളൊരു ഒരു സ്ഥലമാണ്. പുറത്തേക്ക് ഇങ്ങനെ പോയാൽ നമുക്കൊരു വാഷ് മെഷീൻ ഉണ്ട്. അവിടെ യൂസ് ചെയ്തിട്ട് മേലെ ഭാഗത്ത് പോയിട്ട് ഉണക്കാം. ഇതിന്റെ മുകളിൽ ഉണക്കാം. പിന്നെ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊന്നും നമ്മളതല്ല, ഇതൊക്കെ അവരുടേതാണ്. ഈ വക സംഭവങ്ങളൊന്നും നമ്മളതല്ല കേട്ടോ. വേറൊരു കാര്യം പറയുകയാണെങ്കിലേ, നമ്മളിവിടെ വന്നിട്ട് ഒരു ചൂല് വാങ്ങിച്ചേ. ഈ ചൂല് നമ്മൾ വാങ്ങിച്ചേ. ഇവിടെ വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്ന ചൂല് ഇതാണ് കേട്ടോ. ഇമ്മാക്ക് ഇവിടെ വന്നപ്പോ പറയാണ്, ഇതൊക്കെ ഒരു ചൂലാണ്, നമ്മൾ നാട്ടിൽ നിന്ന് ചൂല് കിട്ടൂല, ഇതൊക്കെ എങ്ങനെ നമ്മൾ അടിച്ചു വരാൻ പറ്റുക, എനിക്കിപ്പോ മറ്റേ ചൂല് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഇവിടെ എടുത്തു നിന്ന് വേഗം പോയിട്ട് ഉമ്മ അപ്പൊ തന്നെ അനിയനെ കൂട്ടി പോയി ചൂല് വാങ്ങിച്ച്. ഉമ്മാക്ക് ഇവിടുത്തെ പല കാര്യങ്ങളും അത്ര കണ്ട് പറ്റണില്ല. ഉമ്മ നമ്മളെ നാട്ടിലത്തെ മാതിരിയല്ല ഇവിടെ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഭയങ്കര കമന്റ് കേട്ടോ. അപ്പൊ ഇതാട്ടോ നമ്മളുടെ വീട്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കുഞ്ഞു വീടാണ്. മുകളിലത്തെ വശം ഫുള്ള് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് തന്നൊക്കെയാണ്. മുകളിൽ 3 റൂമും അതുപോലെ ഒരു ഹാള്, ഒരു കിച്ചൺ, ഇത്രയേ ഉള്ളൂ ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസിന് ഒരു കൊലായി, നമ്മളെ നാട്ടിൽ കൊലായി എന്നൊക്കെ പറയും, ആ സംഭവം ഉണ്ട്. പിന്നെ നല്ല മനുഷ്യന്മാരട്ടോ. ചുറ്റുള്ളത് ഒരുപാട് വീടുകളുണ്ട്, പക്ഷെ നല്ല മനുഷ്യന്മാരാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ അധികം ക്രിസ്ത്യൻസും ഹിന്ദുസും മാത്രമേ ഉള്ളൂ. മുസ്ലിമേ ഞാൻ കണ്ടില്ല. ഇവിടെ ഫുള്ള് ക്രിസ്ത്യൻസും
അതുപോലെ ഹിന്ദുസും ഉണ്ട്. ഇതിന്റെ താഴത്തെ ആൾക്കാർ ക്രിസ്ത്യൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല സംസാരവും കാര്യങ്ങളും, നമുക്ക് വേണ്ടത് അവർ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനൊക്കെ ഒരു നാടാട്ടോ. നമ്മളെ ബ്രദർ ജോലിക്ക് പോയതാണ്. അവന് ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും എത്തും. ഇന്നലെ അവന് കുറച്ചു നേരം അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് വൈകിട്ടാവും. അപ്പൊ വന്നിട്ട് വേണം നമുക്ക് പുറത്തേക്ക് പോവാൻ വേണ്ടിയിട്ട്. നമ്മളെ ഇഷുവൊക്കെ ഭയങ്കര കട്ട വെയിറ്റിംഗ് ആണ്. അവൾക്ക് വീട്ടിൽ ഇങ്ങനെ ഇരിക്കണത് ഇഷ്ടമല്ല. അവൾക്ക് ഇങ്ങനെ ഒരു ഫ്രീഡം, പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതാണ് ഇഷ്ടം. അത് ഇവാനും അങ്ങനെ തന്നെയാണ്. പിന്നെ ഉമ്മയുടെ കാര്യം പറയേ വേണ്ട. ഉമ്മാക്ക് നമ്മളെ വീട്ടില് ഒരുപാട് വീടുണ്ട്. നമ്മൾ 8 വീട് നമ്മളെ ഫാമിലി ഉണ്ട്. അപ്പൊ ഈ ഫാമിലിയിലൊക്കെ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണണു, പോണു, അവിടെ പോയി സംസാരിക്കണു, ഇരിക്കണു, ഫുഡ് കഴിക്കണു, ഭയങ്കര രസമാണ്. ഉമ്മാക്ക് ഇവിടെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര ബോറടിയും, പോവാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോലെയാണ്. പക്ഷെ ഉമ്മ പറയാം പോവണ്ടിന്നില്ല, പക്ഷെ എനിക്ക് പുറത്തേക്ക് പോകണമെന്നുണ്ട് പറഞ്ഞിട്ട് അനിയനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പൊ അനിയൻ പറയാം വൈകുന്നേരം വന്നിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ പോകട്ടെ, നമുക്ക് എവിടെയൊക്കെ പോകേണ്ട വെച്ചാൽ നമുക്ക് പുറത്തൊക്കെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിരിക്കണം. ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മളിപ്പോ വന്നിട്ട് 3 ദിവസമൊക്കെ ആയി. ഇപ്പൊ കുറെ ദിവസമായിട്ട് നമ്മൾ സ്കൂള് ലീവാക്കിയിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഇൻഷാ അള്ളാ നമുക്ക് നാട്ടിലോട്ട് പോകണം. തിങ്കളാഴ്ച മുതൽ ദേവമോൾക്ക് സ്കൂളിൽ പോകണം, നമുക്ക് ക്ലാസ്സിന് പോകണം അല്ലേ അല്ലേ. അപ്പൊ നമുക്ക് ഇനി പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് സജൂസ് വേൾഡ്. ദേവമോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയാളെ? എല്ലാരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേണോ? ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ വേണോ? അത് ചെയ്യണം കേട്ടോ നിങ്ങള്. അത് ചെയ്യണം കേട്ടോ. ബൈ. ബൈ.